ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ? എന്നാൽ അതുപോലൊരു പലഹാരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടേത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അളവിന് വെള്ളക്കടല കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളക്കടല നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്കിനി ഇതിന് വല്ല നിങ്ങളുടെ കയ്യിൽ ഇല്ല, നമുക്ക് സമയം കൂടുതൽ എടുക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കടലപ്പരിപ്പ് വേണമെങ്കിലും എടുക്കാം. അതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ വേവിച്ചെടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടേണ്ട, അത്ര തന്നെ മതിയാകുവേ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം നമുക്കിതിലേക്ക് ശർക്കരയാണ് എടുക്കുന്നത്. ഒരച്ച് ശർക്കരയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് ശർക്കര മെൽറ്റ് ചെയ്ത് വരുന്നവരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് ഈ ഒരു സമയത്ത് നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവം അത്ര തന്നെ മതിയാവും, കൂടുതൽ വെന്ത് പോകണ്ട. ഇനി നമ്മൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒരു പാനിലേക്കൊന്ന് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് അളവിൽ തേങ്ങയാണ്. തേങ്ങ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഈ ശർക്കരയുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് നമ്മൾ കുറച്ചായിട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒന്നിച്ചിട്ടെടുക്കരുത്. കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ പാനിയുടെ അളവിനനുസരിച്ചിട്ട് വേണം. നമ്മൾ ചിലപ്പം ഗോതമ്പ് പൊടി ഒരു സ്പൂണിലും കുറഞ്ഞിട്ട് മതിയായിരിക്കും, ചിലപ്പം കറക്റ്റാണ്. അപ്പം നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ പരുവത്തിൽ അത് കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വേവിച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ പാനിൽ നിന്ന് ആ ഒരു വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കിനും ഇതിനകത്തേക്ക് ഒരല്പം നെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ വെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി കൂടെ തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു സ്റ്റാപ്പിൽ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ തടിത്തവി വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി ഉടച്ച് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. വളരെ എളുപ്പം തന്നെ തയ്യാറായില്ലേ? ഇനി ഒരു ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. നമ്മളിതാ കൈ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് എടുക്കാം. അതിനു മുമ്പായിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണമേ. കുഴച്ചിട്ട് അപ്പോൾ ചൂടൊന്ന് കുറച്ചൊന്ന് താഴണം, എന്നാൽ ഒരുപാടങ്ങ് ചൂട് താന്നു പോവുകയും ചെയ്യേണ്ട. ആ ഒരു പരുവത്തിൽ നല്ലതുപോലെ കുഴച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പച്ചെമ്പിലോ സ്റ്റീമറിലോ നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. അതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പം ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ഒട്ടും തന്നെ അതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് പെട്ടെന്നാണ് നമ്മൾ ചെയ്തെടുത്തതെന്ന് നോക്കിയാൽ. കുറച്ച് സമയം നമ്മൾ അതൊന്ന് ആദ്യം ഇതെടുത്തു, പിന്നെ ഒന്ന് സ്റ്റീം ചെയ്യാനെടുത്തു. എന്നാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 3 നേരവും ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായി ഉടൻ തന്നെ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.